എടാ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോഴത്തെ പിള്ളേർ ഒരു പണിക്ക് നിൽക്കുന്നില്ല. ഞാൻ ശ്രദ്ധിച്ചതാ. ഇവന്മാർ ഈ വെളിയിൽ നിന്നുള്ളവന്മാർ മൊത്തം ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ ഒത്തിനും ജോലി ചെയ്യാൻ വയ്യ. ഇവനൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ മറ്റേ യൂട്യൂബ്, ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, ഇവനൊക്കെ വല്ല പണിക്കും വെക്കൂടെ? അതൊക്കെ പോട്ടെ. ഇന്നലെ വീട്ടിലോട്ട് രാഘവേട്ടൻ വന്നിട്ടുണ്ടായിരുന്നല്ലേ? എന്നായിരുന്നു? രാവിലെ ഞാൻ മറ്റേ കൊച്ചി TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നേ. കറണ്ട് കട്ടായി. അപ്പോൾ ഫ്യൂസ് കെട്ടിയിടാൻ വേണ്ടി ഞാൻ അങ്ങനെ രാഘവേട്ടനെ ഒന്ന് വിളിച്ചായിരുന്നു. എടാ നീ ബിടെക് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞല്ലേ? ഇതൊക്കെ നിനക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. എടാ അത് ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഇത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന്റെ പരിപാടിയല്ലേ? നമുക്ക് വലിയ ധാരണയില്ല. ഈ വിയർപ്പിന്റെ അസുഖം ഉണ്ടായിട്ടേ എനിക്ക് പിന്നെ അന്നത്തെ ദിവസം മൊത്തം ചൊടിച്ചിലായിരിക്കും. വിയർപ്പിന്റെ എടാ ഒരു 50 രൂപ എടുക്കാൻ കാണൂ. 50 രൂപ എന്തിന്? എടാ നമ്മുടെ വളവിനടുത്തുള്ള കടയില്ലയോ, ബജിക്കട. അവിടെ 2 തമിഴ് പയ്യന്മാര് ഉഴുന്നുവട, ഉള്ളിവട, ബജി. എന്നാ ടേസ്റ്റ് എന്ന് പറയാം. അത് കഴിക്കുമ്പോഴേ അതെന്തു അപ്പാര ടേസ്റ്റ് ആന്നേ. നീ കഴിച്ചു നോക്കണം. എടാ ആ തമിഴ് പയ്യന്മാര് അമ്മാര് വിൽക്കുന്ന സ്ഥലമില്ലേ, ആ സ്ഥലം എത്ര വാങ്ങിയത്? എടാ ഇവിടെ ഒരുത്തിനൊന്നും ചെയ്യല്ലാത്തോണ്ടില്ലേ? വെളിയിൽ നിന്നുള്ളവന്മാർ ഇതൊക്കെ കൈകേറി തുടങ്ങി.